ഹായ് ഗൈസ്, ഇന്ന് നമ്മൾ ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ചില്ലി ചിക്കനാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. ആ ചില്ലി ചിക്കൻ ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആദ്യമേ നമുക്ക് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, ഇനി നമുക്ക് ബോൺലെസ് ആയിട്ടുള്ള കുറച്ച് ചിക്കൻ പീസസ് ആണ് വേണ്ടത്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ഒഴിക്കുക, 1 ടേബിൾ സ്പൂൺ ചില്ലി സോസ്, 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുക. ഇനി ആവശ്യത്തിന് ഉപ്പും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. 1 മണിക്കൂർ മാറിനേറ്റ് ചെയ്യാനായിട്ട് അനുവദിക്കുക. ഇനി നമുക്ക് ചോപ്പ് ചെയ്ത ജിഞ്ചർ, ചോപ്പ് ചെയ്ത ഗാർലിക്ക്, അതുപോലെ തന്നെ ക്യൂബ്സായിട്ട് കട്ട് ചെയ്ത സബോള, ക്യൂബ്സായിട്ട് കട്ട് ചെയ്ത ക്യാപ്സിക്കം, അതുപോലെ തന്നെ 2 പച്ചമുളക് കുനുകുനാന്ന് അരിഞ്ഞെടുക്കുക. ഒരു കടായി അടുപ്പത്ത് വയ്ക്കുക. ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ മാറിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അത് ഒരു വശം ലൈറ്റ് ബ്രൗണിഷ് കളർ ആകുമ്പോഴേക്കും മറിച്ചിട്ട് കൊടുക്കുക. മറിച്ചിട്ട് അത് നമ്മൾ കോരിയെടുക്കുക. ബാക്കിയുള്ള ചിക്കൻ പീസസും നമ്മൾ ഇതുപോലെ തിരിച്ച് മറിച്ച് വിട്ട് ഒരു ലൈറ്റ് ബ്രൗണിഷ് കളർ ആകുമ്പോഴേക്കും അത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ഈ ചില്ലി ചിക്കൻ നമുക്ക് ഈസി ആയിട്ട് തന്നെ വീട്ടിൽ ഉണ്ടാക്കാം. അതിനുവേണ്ടി നമുക്ക് ബോണോടുകൂടിയോ ബോണില്ലാതെയോ നമുക്ക് ചിക്കൻ പീസസ് എടുത്ത് മാറ്റി ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സമയമുള്ളപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാം. കുട്ടികൾക്കും മുതിർന്നവർക്കുമൊക്കെ വളരെ ഇഷ്ടമാണ്. നല്ല ഡെലീഷ്യസ് ആയിട്ടുള്ള ഒരു സൂപ്പർ ഡിഷാണിത്. ഞാൻ രണ്ടാമത് ഒരിക്കൽ കൂടി ചിക്കൻ പീസസ് ഫ്രൈ ചെയ്യാനായിട്ട് ഇട്ടിരുന്നു. ആ ചിക്കൻ പീസസ് എല്ലാം നമ്മളത് വറുത്ത് കോരി ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്യാനുള്ളത് ഒരു പാൻ എടുക്കുക. ആ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ഒഴിക്കുക. അതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്ന ഗാർലിക്ക്, ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്ന ജിഞ്ചർ, അതുപോലെ തന്നെ ക്യൂബ്സായിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ക്യാപ്സിക്കം, സബോള, അതുപോലെ തന്നെ കുനുകുനാന്ന് അരിഞ്ഞു വെച്ചേക്കുന്ന ഗ്രീൻ ചില്ലി, ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് സോയാ സോസ് 1 ടേബിൾ സ്പൂൺ, ചില്ലി സോസ് 1 ടേബിൾ സ്പൂൺ, ടൊമാറ്റോ സോസ് 1 ടേബിൾ സ്പൂൺ എന്നിവ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും, ഉപ്പ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ആവശ്യത്തിനുള്ള ഉപ്പില്ലെങ്കിൽ നമ്മൾ അല്പം ഉപ്പോടെ ഒഴിച്ച് ചേർത്ത് കൊടുക്കുക. അതുപോലെ അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ തന്നെ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു ബൗൾ എടുക്കാം. ബൗളിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോർ നമ്മളൊരല്പം വെള്ളത്തിൽ മിക്സ് ചെയ്ത് അത് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. റൗണ്ടായിട്ട് ഒഴിച്ചു കൊടുക്കണം. ഇനി നമുക്കതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്യാം. പഞ്ചസാര ചില്ലി ചിക്കനെ ഒന്നുകൂടെ സ്വാദിഷ്ടമാക്കും. സ്വാദിഷ്ടമായ നമ്മുടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ചില്ലി ചിക്കൻ റെഡി ആയിട്ടുണ്ട്.